ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ശിവഗിരി തീർത്ഥാടനം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൗമുദി പത്രത്തിൽ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ തീർത്ഥാടനം നമുക്ക് ഓൺലൈനിലാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നാളെ നമ്മുടെ കളക്ടറുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് എങ്ങനെ ആളുകൾക്ക്, പരിമിതമായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രോട്ടോക്കോള് നിലനിർത്തിക്കൊണ്ട് വന്നു പോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഠത്തിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു 25-ാം തീയതി തുടങ്ങി 1-ാം തീയതി വരെ നമ്മുടെ ശിവഗിരി TV-യിലൂടെ ഓരോരോ വിഷയങ്ങളെ, ഉദാഹരണത്തിന് നമുക്ക് 25-ാം തീയതി ഇപ്പോൾ ഭക്തി എന്നുള്ള ഒരു വിഷയമാണെങ്കിൽ ആ ദിവസത്തിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളെ, അവരുടെ പാണ്ഡിത്യം തന്നെയല്ല, ആ വിഷയത്തെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ, അവരുടെ പ്രഭാഷണങ്ങൾ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഏത് സമയത്ത് നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ വീട്ടിലിരുന്ന് കാണാം. അങ്ങനെ 8 വിഷയത്തെയും നമ്മൾ 8 ദിവസം കൊണ്ടാണ് ഈ വർഷം നമ്മളത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുഗു, ഇത്രയും ഭാഷകളിലാണ് ഈ വർഷത്തെ ഈ ഓരോ വിഷയത്തെയും അധികരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിന് കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ആളുകൾക്ക് ഗുരുവിൻ്റെ ആശയങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളത് കൊടുക്കുമ്പോൾ എത്രയോ ആളുകളിലേക്ക്, മലയാളം അറിഞ്ഞുകൂടാത്ത, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ആളുകളിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. അതുപോലെ തെലുങ്ക് ഭാഷയിലും, അപ്പോൾ തെലുങ്കാനയിലും അവിടെ ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റും. അതുപോലെ കന്നഡ ഭാഷയിലും തമിഴ് ഭാഷയിലും, അപ്പോൾ ഇങ്ങനെ ഹിന്ദിയിലും. അപ്പോൾ ഇത്രയും ഭാഷകളിൽ നമുക്ക് ഗുരുവിൻ്റെ ആശയങ്ങൾ നേരിട്ട് നമുക്ക് ഇവിടുന്ന് സംപ്രേഷണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വ്രതം എല്ലാവർക്കും പതിവ് പോലെ തന്നെ എടുക്കാം. 10 ദിവസത്തെ വ്രതം എല്ലാവർക്കും എടുക്കാം. പക്ഷേ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ തിരക്കൊന്നും പിടിക്കണ്ട. ഒരു ദിവസം നമ്മൾ ഒരു മിനിമം കുറച്ച് ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു 6 മണി തുടങ്ങി വൈകുന്നേരം ഒരു 6 മണി വരെ ആളുകൾക്ക് വന്ന് വഴിപാടുകൾ നടത്തി ദർശനം നടത്തി പോകാവുന്ന സൗകര്യം. ഇവിടെ താമസിക്കാൻ നമുക്ക് സൗകര്യം ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ അന്നദാനം, ഗുരുപൂജ, ഭക്ഷണം ഒക്കെ നമുക്ക് ഇപ്രാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവും ഒക്കെ ഉണ്ടാവും. ആരും തിരക്ക് പിടിക്കാതെ ഒരു മിനിമമായിട്ട് ഒക്കെ വന്ന് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ ക്ലാസ്സും ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ 20-ാം തീയതി തുടങ്ങി 1-ാം തീയതി വരെ നമ്മുടെ ഈ ക്ലാസ് ഇതിൻ്റെ തിരക്കിൽ നമുക്ക് ചിലപ്പോൾ
കുറച്ച് ദിവസം ഒന്ന് നിർത്തി വെക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിൻ്റെ ശിവഗിരി ടി വിയിൽ തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ ഒരുപാട് വർക്ക് ലോഡുണ്ട്. അതും കൂടി മുൻകൂട്ടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 20 തുടങ്ങി 1-ാം തീയതി വരെ നമ്മുടെ 7 തുടങ്ങി ഉള്ള നമ്മുടെ ഈ സത്സംഗം, നമ്മുടെ ഡെയിലി ഉള്ള ക്ലാസ് തൽക്കാലത്തേക്ക്, കാരണം ഇഷ്ടംപോലെ അല്ലാതെ കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ഷമ കാണിക്കുക. ബാക്കി നമുക്ക് നാളത്തെ കളക്ടറുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നുള്ളത് മറ്റന്നാൾ നിങ്ങളോട് ഡീറ്റെയിൽസ് പറയാം. അതനുസരിച്ചിട്ട് തീർത്ഥാടനം, ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്തവർക്കും തീർച്ചയായിട്ടും അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പൂജ, മഹാസമാധിയിലെ പൂജ കാണാം, അതുപോലെ ശാരദാമഠത്തിലെ പൂജ കാണാം. അങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു 10 ദിവസത്തെ വ്രതം ഗുരു പറഞ്ഞ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക. അതിൻ്റെ സൗകര്യമനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി, ഈ അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ കൊറോണ ലോകത്തെ തന്നെയാണ് ഇങ്ങനെ ഇതാക്കി വച്ചിരിക്കുന്നത്. പക്ഷേ അറിവ് നമുക്ക് കൂടുതൽ പകരുവാനും സ്വാംശീകരിക്കാനും ഒക്കെ ഒരവസരവും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ധർമ്മത്തിൽ സംസാരിച്ചു വെച്ചത് മോഷണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്ത മറുപടി പല പല സന്ദർഭങ്ങളിലായിട്ട് കൊടുത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഒക്കെ നമുക്കത് പകർന്നു കൊടുക്കാനായിട്ട് പറ്റണം. അതുപോലെ നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ ചിന്തിക്കുക പോലും അരുത് എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സാമാന്യധർമ്മത്തിൽ വരുന്നത് അവ്യഭിചാരം. വീക്ഷണം പരനാരീണാം കാമസങ്കല്പപൂർവകം തത്സല്ലാപശ്ച തദ്യോഗോ വ്യഭിചാര ഇതി സ്മൃതഃ. അപ്പോൾ കാമസങ്കല്പപൂർവകം, അതായത് പ്രത്യേകമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി, സങ്കല്പത്തോടു കൂടി, പരനാരീണാം വീക്ഷണം, മറ്റുള്ള സ്ത്രീകളെ, പരനാരികൾ പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നതും, തത്സല്ലാപ അവരുമായിട്ടുള്ള സല്ലാപവും, തദ്യോഗ അവരുമായിട്ടുള്ള യോഗവും, വ്യഭിചാര ഇതി സ്മൃത. അപ്പോൾ അതിനെയാണ് വ്യഭിചാരമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകളെ നോക്കുക എന്ന് പറയുമ്പോൾ 2 പേരുടെ കാര്യമുണ്ട്. പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും പരസ്പരം അങ്ങനെ ഉള്ള ആഗ്രഹത്തോടു കൂടി പ്രത്യേക ഉദ്ദേശങ്ങളെ മുൻനിർത്തി ആരാണോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതുമാതിരി അവരുമായിട്ട് ചേരുകയൊക്കെ ചെയ്യുന്നത്, അതിന് വ്യഭിചാരം, മനസ്സിൻ്റെ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഗുരു പറയുകയാണ്. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണ്? സ്ഥാനമാന ധനജ്ഞാന ആചാരാണാം സ്വകുലസ്യജ പ്രാണസ്യ കാലികോ നാശോ വ്യഭിചാരേണ ജായതേ. എന്ത് സംഭവിക്കുന്നു? വ്യഭിചാര കർമ്മത്താൽ സ്ഥാനമാന ധന ജ്ഞാനാചാരാണാം എന്ത് പറ്റുന്നു? സ്ഥാനം, മാനം, ധനം, ജ്ഞാനം, ആചാരം ഇവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? സ്വകുലസ്യ തൻ്റെ കുലത്തിനും, പ്രാണസ്യ ച പ്രാണനും, അകാലിക നാശക അകാലമായിട്ടുള്ള നാശം, ജായതേ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യഭിചാര വൃത്തി കൊണ്ട് തൻ്റെ സ്ഥാനം, മാനം, ധനം, ജ്ഞാനം, ആചാരം, കുലം, പ്രാണൻ ഇതിനൊക്കെ അകാലമായിട്ടുള്ള നാശം സംഭവിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലും
അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പല രീതിയിൽ പല ഉദാഹരണങ്ങളിലൊക്കെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം എപ്പോഴും എല്ലാവരെയും വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് അതിനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അറിവ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യയാതിയുടെ കാര്യം ഒക്കെ പുരാണങ്ങളിൽ മഹാഭാരതത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇതിനെ ഈ ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് മഹർഷിമാർ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് പറയുന്നത് അഗ്നിയിലേക്ക് നെയ്യ് ഒഴിക്കുന്ന പോലെ എന്ന് പറയും. നെയ്യ് എപ്പോഴും പെട്ടെന്ന് കത്തി ജ്വലിക്കുന്നതാണ്. അപ്പോൾ ആ നെയ്യ് നമ്മൾ അഗ്നിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടത് ഒരിക്കലും എന്താവുന്നില്ല, നമുക്ക് അടക്കാൻ പറ്റത്തില്ല. അവിടെ അറിവ് മാത്രമാണ് അതിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ വെളിയിലുള്ള ഒന്നിൽ നിന്ന് ഒരു സുഖമുണ്ടാകുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് ആളുകൾ അങ്ങോട്ട് പോകുന്നത്. ആ ധാരണയെ, അതിൻ്റെ വരുംവരായികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിവർത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കുവാൻ പോലും മടിയും നാണവും ഒക്കെ ആണ് ആളുകൾക്കുള്ളത്. ഈ ഒരു വിഷയം വരുമ്പോൾ മാത്രം സംസാരിക്കത്തില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ പീഡനങ്ങൾ നടക്കുന്നു. കൊച്ചുകുട്ടികൾ മുതൽ അതുപോലെ വയസ്സായ ആളുകളിൽ വരെ പീഡനം, സ്ത്രീ പീഡനം അല്ലേ? അതൊക്കെ ഈ കാമത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ഈ വ്യഭിചാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സാക്ഷരതയുള്ള ഈ കേരളത്തിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത്? അപ്പോൾ ഇത് ഗുരുദേവൻ ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വശങ്ങൾ നമ്മൾ ഈ സമൂഹത്തിലുള്ളവർ, ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, ഈ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ഒരുപാട് ഭീകരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്. അത് പത്രത്തിൽ വരുന്നു, ടി വിയിൽ വരുന്നു. അത് കാശിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മറ്റൊരുപാട് അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് പറയാൻ കാര്യം? സാക്ഷരതയുള്ളതാണ്, അറിവുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ പരിതാപകരമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെറിയ പ്രായം തുടങ്ങി കൃത്യമായിട്ട് കുട്ടികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക, അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ശരിയായ രീതിയിലൊരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്രമാത്രം ജീർണിച്ച ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. അതിജീവിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അതില്ലാതെ വരുമ്പോൾ നാണക്കേട് എല്ലാ രീതിയിലും ഉണ്ടാകും. അതാണ് പറയുന്നത്, സ്ഥാനവും മാനവും ധനം, എങ്ങനെ എല്ലാത്തിലും, അറിവിലും ആചാരത്തിലും, കുലം, അതുപോലെ പ്രാണൻ്റെ ഒക്കെ ക്ഷയം ഇതിനകത്ത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സാമാന്യധർമ്മത്തിൽ നമ്മൾ കൃത്യമായിട്ട് മാതാപിതാക്കൾ സന്തതി പരമ്പരകളിലേക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം നമുക്കുള്ളത്. അപ്പോൾ കുട്ടികളെ ആ രീതിയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അവർക്ക് ആ രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കാത്തത് കൊണ്ടുമാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ സമൂഹം ഇത്രമാത്രം ദുഷിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിന് നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മികമായിട്ടുള്ള കടപ്പാട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആരെയും കണ്ണടച്ച് ഇതെല്ലാം മറ്റവരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏത് കൊള്ളരുതായ്മയ്ക്കും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ മൗനം ആയിട്ടുള്ളൊരു അനുവാദം കൊടുക്കുന്നുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം നന്മ നടക്കുന്നുണ്ടെങ്കിലും തിന്മ നടക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ ഓരോരുത്തരും അതിനകത്ത് പങ്കാളികളാണ്, ഭാഗഭാക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിവ് വരും മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് മാറ്റി നല്ല അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇനി ഇങ്ങനെയുള്ള ആളുകൾക്കോ ദിവാപ്യന്ധം തമപുംസോ വ്യഭിചാരമുപേയുഷ തസ്മാൻ നിയതിദത്തം യത് സുഖം തച്ച വിനശ്യതി. എന്താ പറയണത്? വ്യഭിചാരത്തെ ഉപേയുഷ പ്രാപിച്ച പുംസഹ പുരുഷന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദിവാപി പകലും, ദിവ എന്നുള്ളത് പകലാണ്, അന്ധം തമ അത് ഇരുട്ടാണ്, തസ്മാത് അതിനാൽ നിയതിദത്തം പ്രകൃതിദത്തമായിട്ടുള്ള യത് സുഖം ഏതൊരു സുഖമുണ്ടോ തച്ച അതും വിനശ്യതി. അപ്പോൾ ഇങ്ങനെ വരുന്ന എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള വ്യക്തിക്ക് പകലും ഇരുട്ടായിട്ട് തോന്നും. മാത്രമല്ല പ്രകൃതിദത്തമായിട്ട് സ്വാഭാവികമായിട്ടുള്ള സുഖം പോലും അവന് അനുഭവിക്കുന്നതിന് സാധ്യമാകുന്നില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെയോ സ്വപത്നി പരസംസർഗോ കസ്യാബീഹ ന രോചതേ വർജയേത് വ്യഭിചാരം തദിഹാമുത്ര ശുഭാഗ്രഹി. സ്വപത്നി പരസംസർഗം, തൻ്റെ പത്നിയുടെ പരസംയോഗം, ഇഹ ഈ ലോകത്ത്, കസ്യാബി ന രോചതേ ആരും ഇഷ്ടപ്പെടുന്നില്ല, കസ്യാബി ഒരാൾ പോലും ഇഷ്ടപ്പെടുന്നില്ല, തത് അതുകൊണ്ട്, ഇഹ അമുത്ര ഈ ലോകത്തിലും പരലോകത്തിലും, അമുത്ര ആ ലോകത്തിലും പരലോകത്തിലും, ശുഭാഗ്രഹി ശുഭത്തെ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണം? വ്യഭിചാരത്തെ വർജിക്കണം. അപ്പോൾ തൻ്റെ ഭാര്യ വേറൊരാളുമായിട്ട് ചേരുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ട് എന്തു ചെയ്യണം? ഇങ്ങനെ നന്മ ആഗ്രഹിക്കുന്നവർ ഈ ഇഹപരം ഈ ലോകത്തും പരലോകത്തും, കാരണം നമ്മുടെ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് മറ്റു ലോകത്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് ആഗ്രഹിക്കുന്ന നല്ല ശാശ്വതമായിട്ടുള്ള സുഖം ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള വ്യവഹാരത്തെ ഉപേക്ഷിക്കണം, ഇങ്ങനെയുള്ള ചീത്ത ആയിട്ടുള്ള കാര്യത്തെ ഉപേക്ഷിക്കണം എന്ന് പറയണം. പിന്നെയോ അടുത്തതിനകത്ത് പറയുന്നത് മദ്യത്തെക്കുറിച്ചുള്ള ദോഷവശങ്ങളാണ്. അപ്പോൾ സാമാന്യധർമ്മത്തിൽ മദ്യവും ഒരു പ്രധാന വിഷയമാണ് എന്ന് പറയാണ്. ഗുരു എന്താ പറയുന്നത്? ബുദ്ധേർ വൈകല്യജനകം മദ്യം ഇത്യുച്യതേ ബുദ്ധൈഹി മദ്യസേവാം ന കുർവീത മദ്യം വിഷസമം വിദുഹു. യതഃ ഏതൊരു കാരണത്താലാണോ മദ്യം ബുദ്ധിക്ക് വൈകല്യജനകം ഇതി അത് ബുദ്ധിയുടെ വികലതയെ ഉണ്ടാക്കുന്നതായിട്ട് ഉള്ളത്, ബുധൈഹി ഉച്യതേ അപ്പോൾ ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നതാണ് മദ്യമെന്ന് ബുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ ഉച്യത പറയപ്പെടുന്നു. മദ്യസേവാം മദ്യപാനം ന കുർവീത ചെയ്യരുത്. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ മദ്യം വിഷസമം വിദുഹു എന്തു ചെയ്യുന്നു? വിഷത്തിന് തുല്യമാണെന്ന് അറിയുന്നു. അപ്പോൾ വിദ്വാൻമാരായിട്ടുള്ള അറിവുള്ള ആളുകൾ എന്താ പറയുന്നത്? ഈ മദ്യമെന്ന് പറയുന്നത് ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നതാണ്, അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം ഇത്രമാത്രം പ്രാധാന്യം പറയാൻ കാരണം നമ്മുടെ ഓരോ തീരുമാനങ്ങളും കൃത്യമായിട്ട് വരണമെങ്കിൽ ബുദ്ധി വളരെ സൂക്ഷ്മമായിരിക്കണം, തെളിഞ്ഞിരിക്കണം.
ആ തെളിച്ചം ഇല്ലാതിരിക്കുന്നതാണ് വികലത എന്ന് പറയുന്നത്. ബുദ്ധിക്ക് തെളിച്ചമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെ മന്ദീഭവിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മന്ദീഭവിപ്പിക്കുവാനായിട്ട് ഈ മദ്യത്തിന് സാധിക്കും. അപ്പോൾ കുടിക്കുന്നത് മാത്രമല്ല, അത് ഗുരു പറയും. അപ്പോൾ ഈ ഇത്രമാത്രം ബുദ്ധിയെ വികലമാക്കുന്ന ഒരു വസ്തു, അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കരുത് എന്ന് നമ്മളോട് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാലോ, ഈ കൊറോണയൊക്കെ തുടങ്ങിയ സമയത്ത് ഗവൺമെൻറ് ഇത് മൊത്തം മദ്യശാലയൊക്കെ അടച്ചുപൂട്ടി ഭയങ്കര പ്രശ്നമായിരുന്നു. സാനിറ്റൈസറൊക്കെ കുടിച്ച് ചിലർ ചത്തുപോയിട്ടുണ്ട്. അത്രയ്ക്കൊരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി അവർക്കുണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ മദ്യത്തെ നിർത്താത്തത്? അത് അവർക്ക് വലിയ വരുമാനമാണ്. കാരണം വലിയ വലിയ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സമരങ്ങൾ നടത്താനും ഈ സമരത്തിലൂടെ ഈ പൊതു മുതൽ, നമ്മുടെയൊക്കെ ഓരോ പൈസയുമാണ് പൊതുമുതൽ എന്ന് പറയുന്നത്, അതൊക്കെ അടിച്ച് തകർക്കണമെങ്കിൽ ഈ ബുദ്ധി നേരെ ഇരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം എന്തു ചെയ്യും? അവരെല്ലാം ഇത് മേടിച്ചു കൊടുക്കും, പിന്നെ തിന്നാനും കൊടുക്കും. അങ്ങനെ ഇത് കഴിച്ചു കഴിയുമ്പോൾ അവൻ്റെ സ്വബുദ്ധി നഷ്ടപ്പെടും. ഇപ്പോൾ ഭീകരവാദികളായിട്ടുള്ളവരും അങ്ങനെയാണ്. അവരുടെ ബുദ്ധിയെ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ കൊടുത്താണ് വികലമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വികലമായിട്ടുള്ള, പക്ഷേ ഈ വികലത ഉണ്ടാക്കുന്നവരുണ്ട്. അവർ മദ്യം കഴിക്കാറില്ല, അവരിങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കാറില്ല. കാരണം അവരുടെ ബുദ്ധി ഷാർപ്പായിരിക്കും. അവർ ഈ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സന്തോഷിക്കുന്നവരാണ് ഈ വരുന്ന ഈ വക ആളുകൾ. അതുകൊണ്ടാണ് അത്ര ക്രൂര മനസ്ഥിതിയാണ്. ഭീകരവാദമായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, അതുപോലെ ഈ ഓരോരോ പ്രശ്നങ്ങളിൽ ഇത്രമാത്രം രൂക്ഷമാക്കുന്നത്. അപ്പോൾ അത് പണ്ട് തുടങ്ങിയുണ്ട് ഈ പ്രശ്നം. അപ്പോൾ മദ്യം വാങ്ങിച്ചു കൊടുത്ത് ഇവരെ കൊണ്ട് അവരുടെ മനോനില തെറ്റിച്ചു കളയും, ബുദ്ധിയുടെ നില തെറ്റിച്ചു കളയും. പിന്നെ ഒരു പാവയെ പോലെ ഇവർ പ്രവർത്തിക്കും. ഇത് കിട്ടാതെ വരുമ്പോഴോ, ഇപ്പോൾ ഈ നമ്മൾ പാവപ്പെട്ട ആളുകളെന്ന് പറയുന്നുണ്ട്. ഈ പാവപ്പെട്ട ആളുകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഇന്നത്തെ ഒരു കണക്കനുസരിച്ചിട്ട് 600-700 രൂപ കൂലിയുണ്ട്. 30 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്രായിരം രൂപയാണ് കിട്ടുന്നത്? അപ്പോൾ ഈ കിട്ടുന്ന 10-20,000-ത്തിലധികം രൂപ ഒരു മാസം വരുമാനമാണ്. ഈ പണം ഇയാൾ എന്ത് ചെയ്യുന്നു? ദിവസവും അയാൾ ജോലി ചെയ്ത് വരുമ്പോൾ മദ്യം കുടിക്കുകയാണ്. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി മിച്ചം വരുന്നതാണ് വീട്ടിൽ കൊടുക്കുന്നത്, ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ. പൊതുവെ പറയുന്ന എന്താണ്? ഒരു പാവപ്പെട്ടവരാണ്. പക്ഷേ മാസം ഒരു 10,000-ഓ അല്ലെങ്കിൽ 5,000-ഓ 6,000-ഓ 8,000-ഓ ശമ്പളം കിട്ടുന്ന ആളുകൾ, ഓഫീസിലൊക്കെ പോകുമ്പോൾ ശമ്പളം കിട്ടുന്ന ആളുകൾ ഇതേപോലെ കുടുംബം പുലർത്തുന്നുണ്ട്. അവരുടെ കുടുംബം അവർ ഈ കിട്ടുന്ന പൈസ കൊണ്ടത് പ്ലാൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവർക്ക് അങ്ങനെ പ്ലാനിങ് ഇല്ല. ഇവർ വിദ്യാഭ്യാസം ആ രീതിയിൽ ഇതില്ലാത്തത് കൊണ്ടും ബുദ്ധിക്ക് ഈ രീതിയിൽ വികലതയുള്ളത് കൊണ്ടും അവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാനോ, കിട്ടുന്ന പൈസ അതെങ്ങനെ തരംതിരിച്ച് ഈ കിട്ടുന്നതിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും മിച്ചം പിടിച്ച് മുന്നോട്ട് പോകണമെന്നോ അവർ ചിന്തിക്കാറില്ല. കിട്ടുന്ന പണം അന്നന്ന് കുടിച്ചു തീർക്കുക, അല്ലെങ്കിൽ അതുപോലെ തിന്ന് തീർക്കുക. പലരും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൂട്ടി അത് മൊത്തം തീർക്കും, പിറ്റേ ദിവസം പട്ടിണിയാണ്. ഇതുപോലെ ദിവസവും 1,000-1,500 രൂപ കൂലിക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ഗതി ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഈ മദ്യത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അവരുടെ ബുദ്ധിയെ കെടുത്തിക്കളയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതൊരു മാറാവ്യാധിയായിട്ട്, ഒരുപക്ഷെ ശരിക്കും ഒരു വൈറസാണ് മദ്യം. ഇപ്പോൾ ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്ന എല്ലാം മദ്യമാണ്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു വിദ്വാൻ വേറെ ഇല്ല. അത് വലിയ പഠിപ്പുള്ള ആളുകൾ പോലും അവരുടെ വീട്ടിൽ ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ഇത് വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാത്ത, ഇത് കൊടുക്കാത്ത
വീടുകളിലൊക്കെ ആൾക്കാർ കുറവാണ് പോകുന്നത്. കല്യാണത്തിനായാലും നിശ്ചയദാർത്ഥത്തിനായാലും അതുപോലെ ഏതെല്ലാം ഫങ്ഷനുണ്ടോ അവിടെയൊക്കെ ഇത് വേണം, പിന്നെ നോണും വേണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒരുപാട് താളം തെറ്റിക്കിടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ പറയുന്നവരെ കുറ്റക്കാരാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് ഇത് വേണോ വേണ്ടയോ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ വിഷത്തിന് തുല്യമാണെന്ന് പറയുമ്പോൾ മദ്യം വിഷസമം വിദുഹു എന്ന് പറയുമ്പോൾ അത്രമാത്രം വിഷമാണത്. ഇപ്പോൾ വിഷം ആരും അറിഞ്ഞുകൊണ്ട് കുടിക്കത്തില്ല. അപ്പം അതിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യണം. പിന്നെന്താ, സുരാഹിഫേന വിജയാ ധൂമ പത്രാദി വത്സലാഹ ചിത്തഭ്രമ വിധായിത്വാൻ മദ്യത്വേനേഹ ഗണ്യതേ. വത്സലാഹ അല്ലയോ ശിഷ്യന്മാരെ, സുരാ അഹിഫേന വിജയ ധൂമ പത്രാദി, അതായത് സുര എന്ന് പറയുന്നത് കള്ള്, മദ്യം, ചാരായം ഒക്കെ വരും. അഹിഫേനം കറുപ്പ്, അതുപോലെ കഞ്ചാവ്, പുകയില, ഇതൊക്കെ എന്താണ്? ചിത്തഭ്രമ വിധായിത്വാത്, ചിത്തഭ്രമം ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇഹ ഇവിടെ എന്താണ്? മദ്യത്വേന ഗണ്യതേ, മദ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, ഗണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാരായം മാത്രമല്ല മദ്യം എന്ന് പറയുന്നത്, പിന്നെന്താണ്? കള്ള്, കറുപ്പ്, കഞ്ചാവ്, പുകയില, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ വികലമാക്കുന്നതാണ്, ബാലൻസ് തെറ്റിക്കുന്നതാണ്. ഇതെല്ലാം മദ്യത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നു എന്ന് നമ്മളറിയാം. അപ്പോൾ പുകയില, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, ബീഡി വലിക്കുന്നവർ, അവർക്ക് മാത്രമല്ല അതിൻ്റെ ദോഷം ഉണ്ടാകുന്നത്, അടുത്തിരിക്കുന്ന മറ്റുള്ളവർക്കുണ്ടാകും. ഒരു പാസീവ് സ്മോക്കേഴ്സ് എന്ന് പറയും. അവൻ്റെ മൂക്കിലൂടെ ഉള്ളിപ്പോയി, വായിലൂടെ ഉള്ളിപ്പോയി മൂക്കിൽ കൂടെ അവൻ പുറത്തേക്ക് പുക വിടുമ്പോൾ അവൻ്റെ രോഗാണുക്കളെയും കൂടിയാണ് ഇതിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് ശ്വസിക്കുന്ന മറ്റുള്ളവർക്കും അതുപോലെയുള്ള ദോഷങ്ങളുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഉണ്ടാക്കാനായിട്ട്. പിന്നെയോ മദ്യസ്യ വിക്രയാദാനെ സന്ധാനം ദാനമേവച കഥാപി നാചരേദ്ധീമാൻ മഹാപാതക ഹേതുകം. അതുകൊണ്ട് മദ്യത്തിൻ്റെ വിക്രയാദാനെ വിൽക്കുകയും വാങ്ങിക്കുകയും, സന്ധാനം ശേഖരിക്കുക, പിന്നെയോ ദാനം ഏവച കൊടുക്കലും, ധീമാൻ ബുദ്ധിമാൻ, കഥാപി ഒരിക്കലും ഒരിക്കലും ആചരിക്കരുത്, മഹാപാതക ഹേതുകം, അത് മഹാപാപത്തെ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ മദ്യം എന്ത് ചെയ്യുന്നതാണ്? പാപത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? അയാളത് ഉണ്ടാക്കുകയോ വിൽക്കുകയോ കൊടുക്കുകയോ സ്വയം വാങ്ങിച്ച് ശേഖരിച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഒരു വസ്തുവിനെ അറിഞ്ഞിരുന്നു കൊണ്ട് എന്തിന് നമ്മൾ വാങ്ങിച്ച് കുടിക്കണം, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കണം? ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇത്രയും മഹിതമായിട്ടുള്ള ഈ സന്ദേശത്തെ ഗുരുദേവൻ ഇതിന് ഇത്രയും ശാസ്ത്രീയമായിട്ടിത് പറഞ്ഞു തന്നിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ബാറും ചാരായ ഷാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി പൈസ ഉണ്ടാക്കി കുടുംബവും തൽക്കാലം അവർക്ക് പൈസ ഉണ്ടാവും. എത്രയോ കുടുംബങ്ങളുടെ ശാപം, പ്രാക്ക് ഏക്കണം. അപ്പോൾ പൈസയുണ്ടാക്കി സമൂഹത്തിൽ വില വരേണ്ടത് ഇങ്ങനെയല്ല, മറിച്ച് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക, നന്നായിട്ട് പഠിപ്പിച്ച് അവരെ
എൻജിനീയറോ അല്ലെങ്കിൽ IAS IPS അല്ലെങ്കിൽ അതുപോലെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പം എത്രയോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ ചിന്ത കയറി വരാത്തത്? ഓരോ ശാഖകളിലും ഓരോ യൂണിറ്റിലും ഈ ശാഖ അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അംഗങ്ങളുടെ മക്കളെ അവർക്ക് നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കോച്ചിങ് കൊടുക്കാം. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ മധ്യത്തിലും ബിസിനസ്സൊക്കെ ചെയ്യണം നല്ലത് തന്നെയാണ്. പക്ഷെ ആ ബിസിനസ്സിന് ഒരു അന്തസ്സും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ആ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സമൂഹം അധപ്പതിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗുരുദേവൻ ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഇത്രമാത്രം സൂക്ഷ്മമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മാറി നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റണം. എൻ്റെ വീട്ടിൽ ഏത് ഫംഗ്ഷൻ നടന്നാലും ഞാൻ മദ്യം വാങ്ങിക്കുകയോ കൊടുക്കുകയോ കുടിക്കുകയോ ചെയ്യില്ല. ഗുരുവിനെ ഞാൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഗുരു എൻ്റെ കാണപ്പെട്ട ദൈവമാണ് എങ്കിൽ ആത്മാർത്ഥമായിട്ട്, ചുമ്മാ വെറും വാക്കിന് പറയണതല്ല, അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് നഷ്ടം വന്നാലും നമ്മൾ ഈ വക സംഭവങ്ങൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കളയണം. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയൊരു സംഭവമാണ്. അതിന് ഒക്കെ ആളുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.